ഇപ്പം DQ അദ്ദേഹത്തെ പരിചയമുണ്ട്, അദ്ദേഹത്തെ അറിയാം. പിന്നെ ഇപ്പോൾ ബസൂക്കയിലും മമ്മൂക്കാൻ്റെ കൂടെ എത്തി നിൽക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റീപ്ലേസ്മെൻറ്റുകൾ ഒരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരു നടനാണെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ചിലപ്പം അതൊരു പക്ഷേ ഏട്ടൻ്റെ വലിയൊരു കാര്യം തന്നെയായിരിക്കും അല്ലേ? കാരണം ഇപ്പോൾ ഈ പടത്തിലേക്കാണെങ്കിലും മറ്റൊരാൾ ചെയ്യേണ്ട കഥാപാത്രമായിരുന്നു. ബസൂക്കയിലും അങ്ങനെ ഒരു ചെറുത് എവിടെയോ കേട്ടു, പക്ഷേ എനിക്കറിയില്ല ഇത് എത്രത്തോളം കറക്റ്റാണെന്ന്. പിന്നെ നമ്മളുടെ അതിന് മുന്നത്തെ സിനിമ കണ്ട് മമ്മൂക്ക പറഞ്ഞിട്ടാണ് അതിലേക്ക് വിളിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഈ പടം വേറെ ആൾ ചെയ്യാൻ വേണ്ടിയിരുന്നതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 1.5 ആഴ്ച മുന്നെയാണ് ഞാൻ ഈ പടം എന്നെ വിളിക്കുന്നതും ഞാൻ കമ്മിറ്റ് ചെയ്യുന്നതും. അപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് ഉണ്ടായിരുന്നില്ല, വേറൊരു പടം തീരേണ്ട പടം തീർന്നുമില്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പടം സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ വേറെ ഓപ്ഷൻ നോക്കി അവരെന്നെ അപ്രോച്ച് ചെയ്തു, അങ്ങനെയാണ് ഈ പടം നടന്നത്. ബസൂക്കയിൽ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ആൾ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും ഡേറ്റ് ഇല്ല എന്നുള്ള വിഷയം വന്നപ്പോൾ പടം സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി. പക്ഷേ ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന പടം വിടാനും പറ്റില്ല, ഇറങ്ങി വരാൻ പറ്റില്ല. അങ്ങനെ ആയപ്പോൾ അവർ 3 ഓപ്ഷൻ കൊടുത്തു. വേറൊരു ആക്ടർ, രണ്ടാമതൊരു ആക്ടർ, മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ. ഭാഗ്യത്തിന് തലേന്ന് മമ്മൂക്ക പ്രണയവിലാസം കണ്ടിരുന്നു. അപ്പോൾ പ്രണയവിലാസം കണ്ടപ്പോഴത്തേക്കും ഇവനെ വെക്കുക, ഇവൻ നന്നായിട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബസൂക്ക എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ പടം കംപ്ലീറ്റ് ഇല്ല, ഇപ്പോഴും തീർന്നിട്ടില്ല. എനിക്കിപ്പോൾ ഇനി ഒരു 3 ദിവസത്തെ ഷൂട്ടും കൂടെ ബാക്കിയുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എന്താ പറയാ, അങ്ങനെ ഒരു വാക്കുകളിൽ വെറുതെ പറഞ്ഞ് തീർക്കേണ്ട ഒരു പരിപാടിയോ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരുന്ന പരിപാടിയോ അല്ല അത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു, അങ്ങനെ ചെയ്തു അങ്ങനെയല്ല അത്. നമ്മളീ കാണുന്ന അല്ലെങ്കിൽ അല്ല, എൻ്റെ ധാരണയാട്ടോ, എൻ്റെ ധാരണയിൽ കണ്ടിട്ടുള്ള ഒരു മമ്മൂക്ക അല്ല. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ മമ്മൂക്ക അല്ലത്, അത് വേറെ തന്നെ ഒരു മനുഷ്യനാണ്. അത് എന്താ പറയുക, ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. എനിക്ക് അദ്ദേഹത്തിനോട് ലിറ്ററലി തോളോട് തോൾ ചേർന്നിരുന്ന് 16 ദിവസത്തോളം അല്ലെങ്കിൽ 16-20 ദിവസത്തോളം അഭിനയിക്കാൻ പറ്റി. അത് വേറെ ആർക്കും പറ്റിയിട്ടുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇങ്ങനെ മുട്ടി ഒരുമി എപ്പോഴും ഇരിക്കണം. അപ്പോൾ അത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ഈ ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമല്ലോ ഓരോരോ കാര്യങ്ങൾ. ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പോലെ ഒരു ബ്രഹ്മാണ്ഡ അറിവിൻ്റെ ഒരു തലമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, ഞങ്ങളെല്ലാവരും ഷൂട്ട് നിർത്തി ലിറ്ററലി ഞങ്ങളിങ്ങനെ കേട്ടിരിക്കും. എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ കേട്ട് ഒരു അരമണിക്കൂർ 30 ബാ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞ് വേറെ തന്നെ ഒരു ഫീലാണ്. പറയുന്ന കാര്യങ്ങളായാലും അദ്ദേഹം എന്നോട് 1-2 സജഷൻസ് പറഞ്ഞു അഭിനയത്തിൻ്റെ ഇടയ്ക്ക്. എനിക്കറിയാവുന്ന എൻ്റെ ഇൻസെക്യൂരിറ്റി, എൻ്റെ പോരായ്മയാണെന്ന് എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ വെറുതെ അല്ല സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇരിക്കുന്നതല്ലോ, മെഗാ സ്റ്റാർ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് വെറുതെ അല്ല. നമുക്കറിയാം സെറ്റില് മമ്മൂക്ക എത്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോ നമുക്കറിയാം പെട്ടെന്ന് വരുന്നുണ്ട്. അല്ല, അത് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ബ്ലഷിങ് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അടിപൊളിയായി. ഭയങ്കര ഭാഗ്യമാണ് അത്. ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞാൻ കരുതിയിട്ടുമില്ല. അതൊക്കെയാണ് നിമിത്തങ്ങൾ അല്ലേ? വിശ്വസിക്കുന്നുണ്ടോ നിമിത്തങ്ങളില്? ആയിരിക്കാം. അങ്ങനെ നിമിത്തങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വിശ്വസിച്ച് പോകും. എന്തായാലും പടം അടിപൊളിയാവട്ടെ കേട്ടോ. കാരണം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നാടനടി, കുറച്ചും കൂടെ വെറൈറ്റീസ് ഓഫ് തല്ലുകളൊക്കെ കാണുമ്പം നമുക്ക് ഇതിന് മുന്നേയും ഇതുപോലെ അടിപ്പടകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അത് കൂടുതലും യുവാക്കളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. മറ്റൊരു പടത്തിനോട് കമ്പയർ ചെയ്യല്ല, എന്നിരുന്നാൽ പോലും ഫാമിലിയിലേക്ക് അത് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു ചിത്രം മറ്റുള്ള സിനിമകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള അടിപ്പടങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ഈ കടകൻ എന്ന് പറയുന്ന സിനിമ വ്യത്യസ്തമാണ്? ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ ഫാമിലിക്ക് തീർച്ചയായിട്ടും പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഇതൊരു അച്ഛൻ മകൻ ഇല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് നടക്കുന്ന കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ബാക്കി ഈ സുൽഫിയിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നതുകൊണ്ട് സുൽഫി നടത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതൊരു ഫാമിലി ഡ്രാമയാണ്. ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ ഡ്രാമ, സോനയുടെ ചേട്ടനായിട്ട് മണികണ്ഠൻ ചേട്ടനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹവും ഞാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അത് ഭയങ്കര രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഇമോഷണലി ഒരു പടത്തിന് സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തെ ഇമോഷൻസ് ഭയങ്കര വെയിറ്റേജ് വരുന്ന ഒരു പരിപാടിയാണ്. അതെ, ഒരു ഭയങ്കര സാധാരണക്കാരുടെ ഒരു സ്റ്റോറി തന്നെയാണ് നമ്മൾ പുൾ ഓഫ് ചെയ്യാൻ നോക്കിയിരിക്കുന്നത്.
അപ്പോൾ ഈ പറയുന്ന പോലെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്, ഇമോഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാത്തരം ചേരുവകളും ഉള്ളൊരു സിനിമ സിനിമയാണ്.